Yeah, it's time to talk about my travel experience to Tirupati Balaji Temple, Andhra Pradesh. Okay, let's go. സോ തിരുപ്പതിയിൽ നമ്മൾ മെയ് 1-ാം തീയതി കരുനാഗപ്പള്ളിയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശബരി എക്സ്പ്രസ്സിൽ നമ്മൾ കയറുന്നു. രാവിലെ 8-8:30 ട്രെയിൻ കരുനാഗപ്പള്ളി എത്തുന്നത്. അന്നേ ദിവസം തന്നെ ഒരു 12 മണി 12:10 ആകുമ്പോൾ തന്നെ നമ്മൾ എവിടെ എത്തി? രാത്രി ആട്ടോ ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വിഷ്ണു നിവാസം കോംപ്ലക്സിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു റെസിഡൻസിൽ നമ്മൾ റൂം എടുക്കുകയുണ്ടായി. റൂം എടുത്തപ്പോൾ അവിടുത്തെ ഓണർ പറഞ്ഞു, ഇങ്ങനെ 4 മണിയെല്ലാകുമ്പോൾ വിഷ്ണു നിവാസം കോംപ്ലക്സിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും, നിങ്ങളൊരു 2 മണി എല്ലാകുമ്പോൾ തന്നെ പോകണം, കാരണം റഷ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഒരു 3 മണി 3:30 ആയി തോന്നുന്നു ക്യൂവിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ കാണാമായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. ഒരു 1.5-2 മണിക്കൂർ എടുത്തു ആ ക്യൂ നിന്നിട്ട് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടിയത് പിറ്റേ ദിവസം, അതായത് ആ ദിവസമല്ല, പിറ്റേ ദിവസം വൈകുന്നേരം 6 മണിക്കായിരുന്നു സ്ലോട്ട് കിട്ടിയത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയല്ല ഒരു എക്സ്ട്രാ ഡേയ്സ് വന്നു എന്നുള്ള. ഒരു ദിവസമല്ല, 2 എക്സ്ട്രാ ഡേയ്സ് വേണ്ടി വന്നു കേട്ടോ. കാരണം മെയ് 1-ാം തീയതി നമ്മൾ അവിടെ എത്തുന്നു, മെയ് 1-ാം തീയതി രാത്രി 12 മണിക്ക് അവിടെ എത്തുന്നു. അപ്പോൾ മെയ് 2-ാം തീയതി നമ്മൾ ടിക്കറ്റ് എടുത്തു, അതായത് പുലർച്ചെ. എന്നിട്ട് മെയ് 3-ാം തീയതി, അതും ഞായറാഴ്ചയാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഇനി എന്തോ ചെയ്യും ഈ ഒരു ദിവസം എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ തിരുപ്പതിയിൽ രാത്രിയല്ല പുലർച്ചെയാണ്, എന്നാലും ഡേ ലൈറ്റിലല്ലോ, ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് റൂമിലെത്തി. നമ്മളൊന്ന് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ആ ദിവസം ഒരു 10 മണി 11 മണിയെല്ലായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരുപ്പതി ഡേ ലൈറ്റിൽ തിരുപ്പതിൻ്റെ ഭംഗി ആസ്വദിക്കണം. അതിൻ്റെ നമ്മൾ താമസിച്ചതിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി നിന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടി. നമുക്ക് അവിടുന്ന് തിരുപ്പതി ക്ഷേത്രം കാണാമായിരുന്നു, അങ്ങ് മലമുകളിൽ കാണാൻ പറ്റുമായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഫുള്ള് ആ റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തു, അതായത് ഞായറാഴ്ച മെയ് 3-ാം തീയതി ജസ്റ്റ് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോവിന്ദരാജ സ്വാമി ടെമ്പിൾ ഉണ്ടായിരുന്നു, അവിടെയാണ് ഫസ്റ്റ് പോയത്. അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഷോപ്പുണ്ട്, നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. നല്ല വിലയാട്ടോ, കുറച്ച് വില വീശി കഴിഞ്ഞാൽ പൈസയൊക്കെ കുറച്ച് ഡ്രൈവർമാർ തരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരികയല്ലേ, അപ്പം പഞ്ചാബി, രാജസ്ഥാനി, ഗുജറാത്തി, അതുപോലെ നമ്മൾ കേരള, ചെന്നൈ സ്റ്റൈൽ ഫുഡൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ കേരള പൊറോട്ടയൊക്കെ അവിടെ ഉണ്ട്, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. ദെൻ നമ്മൾ 3-ാം തീയതി ഞായറാഴ്ച ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു, അതായത് ഗോവിന്ദസ്വാമി ടെമ്പിളിൽ പോയി തിരിച്ച് റൂമിലൊക്കെ വന്നു. ഒരു ഉച്ച 2 മണിയാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മല കയറാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് 6 മണിക്ക് അവിടെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ എത്തണം. അങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ തുടങ്ങി എങ്ങനെ പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ APSRTC തന്നെയായിരുന്നു. EV ബസ്സും അതുപോലെ തന്നെ നോർമൽ ബസ്സും അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. പക്ഷേങ്കിൽ ആ ടൈം മഴയുണ്ടായിരുന്നു, പിന്നെ കൂടെ പ്രായമായിട്ടുള്ളവരെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്തു. ടാക്സി ആ ലോഞ്ചിലുള്ള ഓണർ തന്നെ അറേഞ്ച് ചെയ്തത്. ടാറ്റ സുമോവും ഇന്നോവയും ആയിട്ടുണ്ട്, 2 വണ്ടിയിലായിട്ട് നമ്മൾ പോവുക ചെയ്തത് കേട്ടോ. നമ്മൾ ടോട്ടൽ മുതിർന്ന ആൾക്കാർ 12 പേരുണ്ട് കേട്ടോ. ദെൻ നമ്മൾ പോയി 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു മല കയറാൻ വേണ്ടിയിട്ട്. നല്ല കാഴ്ചയായിരുന്നു, മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴ ചെറിയ രീതിയിൽ മഴയൊക്കെ താഴോട്ട് നോക്കുമ്പോൾ ഹെയർ പിൻ വളവല്ലേ, താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, താഴെ സ്ഥലങ്ങൾ റോഡിലൂടെ വണ്ടിയൊക്കെ വരുന്ന കാണാൻ പറ്റും. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. സൈൻ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടൊക്കെ ആ പോകുന്ന വഴി ചെറുതേ വലുതൊന്നും പ്രതീക്ഷിക്കരുത്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറെക്കുറെ നല്ലോണം എൻജോയ് ചെയ്തു. സാധാരണഗതിയിൽ നമ്മളൊരു APSRT ബസ് അല്ലെങ്കിൽ APSRT EV ബസ് എവിടെയാണോ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് അതിനേക്കാട്ട് കുറച്ച് മുന്നോട്ടായിട്ട് നമ്മൾ ടാക്സിയിൽ വന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഓക്കെ, ഇറങ്ങി അവിടെ നിന്ന് തൊട്ടിട്ടായിരുന്നു പിന്നെ തിരുപ്പതി ബാലാജിയെ കാണുക എന്നുള്ള നമ്മുടെ ആ ഒരു യാത്രയുടെ തുടക്കം. ഓക്കെ, ആ എക്സ്പീരിയൻസിനെ അടുത്ത് കാണാം. ആ എക്സ്പീരിയൻസ് പറയട്ടെ. അവിടെ എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. തന്നെ ഒരു 12 സ്റ്റെപ്പ് നമ്മൾ കയറി നോർമലായിട്ട് പോകുന്നു. വളവ് തിരിവും എല്ലാം കഴിഞ്ഞിട്ട് ക്യൂ ഒക്കെ പോവാണ്. കാലിന് വയ്യാത്തവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് പതിയെ അവിടെ ക്യൂവിൽ ഇരുന്ന് സൈഡിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഇരുന്ന് പതിയായിരുന്നു നമ്മൾ നടന്ന് നീങ്ങി ചെറിയൊരു പോയിന്റിലെത്തിയപ്പോൾ അവിടെ നമ്മുടെ ലഗേജസ് കീപ്പ് ചെയ്യാനുള്ള സ്ഥലം, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ മൊബൈൽ ഫോൺസ് കളക്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ടോക്കനൊക്കെ തരും. പിന്നെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് എക്സിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റിൽ വെച്ചിട്ട് ഫോണൊക്കെ കളക്ട് ചെയ്യാൻ ഈ കാർഡും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് ആണെങ്കിൽ ലഗേജ്, അല്ലെങ്കിൽ ഫോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് അവർ റിട്ടേൺ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അതെന്താ അറിയുമോ ഞാൻ പറയാൻ മെയിനായിട്ട് കാരണം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണും വണ്ടിയിലായിരുന്നു വെച്ചത്, നമ്മൾ വന്ന വണ്ടി. കാരണം അവർ നമ്മളെ വിളിച്ചിട്ട് അവരെന്ത് താഴോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഫോണും അതൊരു ചെരുപ്പൊക്കെ നമ്മൾ അവിടെയാണ് വെച്ചത്, വണ്ടിയിലാണ് വെച്ചത്. പക്ഷെ ഒരാളുടെ ഫോൺ മാത്രം നമ്മൾ വെക്കാൻ മറന്നുപോയി. അയാൾ മറന്നുപോയത് ബാഗിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ച് എക്സിറ്റിൻ്റെ സമയത്തും ആ ഒരു കാര്യം, അതായത് ആ ഫോൺ തിരിച്ച് വാങ്ങിക്കാനും ചെറിയൊരു ലാഗ് അവിടെ വന്നു. ഓക്കെ, ആ ഒരു ഇൻസിഡൻറ്റും കൂടി ഉണ്ട്. ദെൻ നമ്മളിങ്ങനെ പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല, എന്നാലും തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കുണ്ട് താനും. നമ്മൾ വേഗം കൂളായിട്ടൊന്നുമല്ല നടന്നു പോയത്.
ലാസ്റ്റ് അങ്ങനെ ഒരു 7 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ നടന്ന് ഏതൊക്കെ വഴിയിലോട്ടൊക്കെ പോകുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ എത്തുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം ഒന്നാമത് 6 മണി 7 മണി എന്നൊക്കെ ഇരുട്ട് വീഴുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരു സ്പോട്ടോ ഒന്നും ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഈ ദർശനം എത്താനായ സമയത്ത് നമ്മൾ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. 1 2 3 4 5 അങ്ങനെ 15ാമത്തെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ ഇരുന്ന് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സാധം കിട്ടി, കഴിക്കാനുള്ള ഫുഡ്, പിന്നെ സാധവും വെള്ളവും അവരവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും നമ്മൾ കുറച്ചൊരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആവും. എന്നാലും നമുക്ക് ആദ്യം നമ്മുടെ ഈ ജേണി, അതായത് ക്യൂ നിന്നിട്ടുള്ള ഈ ജേണി നമുക്ക് തുടരാൻ പറ്റും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഏറ്റവും വലിയ തിരക്ക് വന്നത് എവിടെയാണെന്നറിയോ? ദർശനത്തിൻ്റെ തൊട്ട് മുമ്പ്. ദർശനം കിട്ടാൻ നമ്മൾ ആകെ അത്രയും ഉള്ളൂ, കയ്യിൽ എണ്ണാൻ പറ്റുന്ന സമയമുള്ളൂ. ആ സമയത്ത് ഒരു തിരക്കുണ്ടായിരുന്നു, ഒരു റഷ്. സ്റ്റെപ്പ് കയറാനൊക്കെ ഉണ്ട്, വളവും തിരിവും. അവിടെയാണ് ഒരു വല്ലാത്ത റഷ് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ നമ്മളെ കൈ വിട്ടുപോകും, ആ ഒരു അവസ്ഥയായിരുന്നു. അത്രക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി. ദർശനം കഴിഞ്ഞ് എക്സിറ്റ് പോയിന്റിലെത്തി. നമ്മൾ സാധാരണ റീലിലൊക്കെ കാണുന്ന പല സ്ഥലങ്ങളൊക്കെ ഇല്ലേ, തിരുപ്പതി അമ്പലത്തിൻ്റെ ആ വിഷ്വലൊക്കെ നമുക്ക് ആ സ്ഥലത്ത് നിന്നാട്ടോ കാണാൻ പറ്റുന്നു. പക്ഷേങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അതൊന്നും ഒന്ന് ഫോട്ടോ എടുക്കാനോ നമുക്ക് മെയിനായിട്ട് അതാണല്ലോ, നമ്മളൊരു സ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ, അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഫോൺ വണ്ടിയിൽ ക്യാഷ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് അവിടെ ഷോപ്പ് ചെയ്യാനും പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് കുപ്പിവളയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ ഇൻസ്റ്റയിലൊക്കെ കാണുന്നില്ലേ, ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ ഫോൺ നമ്മൾ തിരിച്ച് വാങ്ങിക്കാൻ പോയെടുത്ത് അതിൻ്റെ അപ്പുറത്തെ തിരക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കാണ് കൃത്യം 12 മണി കഴിഞ്ഞു. ഈ 12 മണി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താഴോട്ട് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ 12 മണിക്ക് ശേഷം അതിൻ്റെ തൊട്ടടുത്താട്ടോ ഈ APSRT ബസ് സ്റ്റാൻഡ്, അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഒരു 4 മണിയൊക്കെ ആയും തോന്നുന്നു ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി. അതുവരെ നമ്മൾ അവിടെ ഇരുന്നും അതുപോലെ തന്നെ അവിടെ ചായയൊക്കെ കുടിച്ച്, ഒരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളെ കൂടാതെ തന്നെ 12 ആൾക്കാർ. നമ്മൾ അപ്പുറം ഇപ്പുറം സംസാരമൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി 4:15 ആകുമ്പോൾ നമ്മളെ വണ്ടി പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് വന്നു. നമ്മൾ പിക്ക് ചെയ്തു. നമ്മൾ തിരുപ്പതി താഴ്വാരത്തോട്ടേക്ക് പോയി, ടൗണിലേക്ക്, തിരുപ്പതി എവിടെയാണോ നമ്മൾ ഇറങ്ങി ആ സ്ഥലത്തോട്ട് പോയി. അന്നേ ദിവസം നമ്മൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷപ്പ് ആയി. കാരണം ആ ദിവസം തന്നെ നമ്മൾ കാളഹസ്തിയിലോട്ടും കൂടി പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് എല്ലാം ആയി. നമ്മൾ കാളഹസ്തിയിലോട്ടേക്ക് പോകാൻ APSRTC ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്താണല്ലോ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് കാളഹസ്തിയിലോട്ടേക്കുള്ള ഡയറക്റ്റ് APSRTC അല്ലായിരുന്നു, തമിഴ്നാട് RTC ബസ്സായിരുന്നു കിട്ടിയത്. സോറി ഏകദേശം ബസ്സിലല്ല കേട്ടോ, നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ 2-3 ബസ്സൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ടോട്ടൽ 12 ആൾക്കാരുണ്ട്, പിള്ളേരെ കൂട്ടാതെ തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ബസ്സിൽ നമ്മൾ എത്രയാണോ ഫെയർ കൊടുക്കുന്നത് അതിനെക്കാട്ടും ഒരു എക്സ്ട്രാ കുറച്ചാവുന്നേ ഉള്ളൂ. 3 ഓട്ടോ ചേട്ടന്മാർ നമ്മളെ അടുത്ത് വന്നു കൺവീൻസ് ചെയ്തു. ലൈക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കൺവിൻസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിലായിരുന്നു പിന്നെ നമ്മൾ അത്ര കാളഹസ്തി വരെ. എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 5 കിലോമീറ്റർ കുറഞ്ഞോ കൂടിയോ എന്ന് അറിയത്തില്ല, എന്തായാലും 5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാളഹസ്തി ടെമ്പിളിലെത്തി കേട്ടോ. കാളഹസ്തിൻ്റെ തൊട്ട് രാവിലെ 10-11 മണിക്ക് കാളഹസ്തി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ്. ഇവരെ വെച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം 3 മണിയെല്ലാമായി നമ്മൾ തിരിച്ച് കാളഹസ്തി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റൊക്കെ എടുത്തു. അന്നേ ദിവസം രാത്രി വേറെ എവിടെ പോയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ കാളഹസ്തി അമ്പലത്തിൻ്റെ അടുത്ത് റൂം എടുത്തപ്പോൾ ആ റൂം എടുത്ത ബിൽഡിങ്ങിൻ്റെ ഓരോ ജനാല തുറന്നു നോക്കുമ്പോഴും ഉള്ള വിഷ്വൽ അടിപൊളിയായിരുന്നു. രാത്രിയിലത്തെ ആയാലും രാവിലത്തെ ആയാലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാളഹസ്തി അമ്പലത്തിൻ്റെ ഗോപുരം അറിയാമല്ലോ, ആ ഗോപുരം പോലെ വേറൊരു ഗോപുരം അതിൻ്റെ തൊട്ട് മേലേന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ നല്ലൊരു സ്റ്റാച്ചു കേട്ടോ. അത് കണ്ണപ്പ ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു, ശ്രീ കണ്ണപ്പ ടെമ്പിൾ, അതിൻ്റെ വിഷ്വൽ. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ പ്ലാൻ ചെയ്യാതെ എക്സ്ട്രാ ഡേ വന്നു ഉള്ളത്. അപ്പോൾ എക്സ്ട്രാ ഡേ വന്നപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം റിസർവ് ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഭാഗ്യവശാൽ നമുക്ക് കൺഫേം ആയിരുന്നു. അപ്പം ട്രെയിൻ നമുക്ക് വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ഉച്ചയിലാകുമ്പോൾ തന്നെ അവിടെ എത്തണമായിരുന്നു, ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ. അപ്പം കാളഹസ്തിയിൽ നിന്ന് നമ്മൾ എന്തായാലും നമ്മൾ ലാഗ് അടിക്കാൻ നിന്നില്ല. നമ്മുടെ മെയിൻ ഫോക്കസിൻ്റെ 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളതായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് നമ്മൾ ഈ കണ്ണപ്പ ഭഗവാന്റെ അങ്ങോട്ടേക്ക്, ഭഗവാൻ മീൻസ് ടെമ്പിളിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, പളനി അമ്പലമില്ലേ, അതുപോലെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഈ കണ്ണപ്പ ക്ഷേത്രത്തിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അവിടെ എത്തി. നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാളഹസ്തി ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഈ തിരുപ്പതി ക്ഷേത്രം നിൽക്കുന്ന ആ മലയുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ താഴ്വശത്തോടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല വിഷ്വലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് മെല്ലെ നമ്മൾ താഴെ ഇറങ്ങി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു കേട്ടോ കാളഹസ്തി. കാരണം തിരുപ്പതിയിൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പൈസ മീൻസ് ഫോണൊക്കെ കാറിലും വെച്ച് ഒരു പൈസ പോലും കയ്യിൽ എടുക്കാണ്ട് വന്ന് നമ്മൾ
പൊട്ടന്മാരെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം തിരിച്ച് എക്സിറ്റ് പോയിന്റ് ഗേറ്റിൻ്റെ അവിടെ നമ്മൾ കാർ എത്തിയെങ്കിലും പിന്നെ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, റീ എൻ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ എക്സിറ്റ് ഗേറ്റിലോട്ട്. അതുകൊണ്ട് ആ പ്രശ്നമുള്ളതാണ് വാങ്ങിക്കാൻ പറ്റാണ്ട്. പിന്നെ രാത്രി എല്ലാവരും ക്ഷീണിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് കാലാവസ്ഥയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്തു. വളയൊക്കെ വാങ്ങിച്ചു, കമ്മൽ വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയല്ല ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ തന്നെ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ കേരളത്തിലോട്ടേക്ക് തിരിച്ച് ട്രെയിൻ കയറി. അപ്പോൾ ഇതാണ് എൻ്റെ തിരുപ്പതി യാത്രയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്താ വെച്ചാൽ നമ്മൾ ഈ യാത്ര മെയ്യിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ മെയ് മാസം എത്തുന്നതിന് കേട്ടോ 3 മാസം മുന്നേ ആയിട്ട് തിരുപ്പതിയിൽ പ്രീ ബുക്കിങ്ങിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുമായിരുന്നു. അതായത് ദേവസ്വം ബോർഡ്, തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള സൈറ്റിലാണ് ഈ ടിക്കറ്റ് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് അവൈലബിൾ ആവുന്നത്. എല്ലാ മാസവും 24-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആവും. അങ്ങനെ നമ്മൾ മാർച്ച് 24-ന് കൃത്യം 10 മണിക്ക് വെയിറ്റ് ചെയ്തില്ല, ഒരു 9:45 തന്നെ സൈറ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ചു. 2 ആൾക്കാർ, കാരണം ഒരു നമ്പറിൽ നമുക്ക് 6 ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സിംഗിൾ ബുക്കിങ്ങിൽ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാലും നമുക്ക് പറ്റിയില്ല. കാരണം പേര്, ആധാർ നമ്പർ, ഏജ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ആധാർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് അല്ല, മീൻസ് ടൈപ്പിങ്ങിൽ എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്ത നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം അങ്ങനെയൊക്കെ വന്നു. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ദിവസം 6 മണിയത്തെ സ്ലോട്ട് 6 അവൈലബിൾ ആണെങ്കിൽ പിന്നെ 4 മണി, പിന്നെ 11 മണിൻ്റെയൊക്കെ സ്ലോട്ട്, അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് 12 പേര്, പിള്ളേർക്ക് വേണ്ട കേട്ടോ, 12 വയസ്സിന് താഴെ പിള്ളേർക്കും ടിക്കറ്റ് വേണ്ട. അല്ലാതെ മുതിർന്ന പേര് ടോട്ടൽ 12 പേരുള്ളതുകൊണ്ട് നമുക്ക് 12 പേർക്കും ഒരേ സമയത്ത് തന്നെ ദർശനം കിട്ടണം. അല്ലെങ്കിൽ ഒരു ഇതല്ലേ, ഒരുമിച്ച് പോകല്ലേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയപ്പോൾ പിന്നെ നമുക്ക് പറ്റിയില്ല. നമ്മളത് ഡ്രോപ്പ് ചെയ്തു, ആ അറ്റംപ്റ്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പം നിങ്ങൾ 3 മാസം മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിപ്പം നിങ്ങൾ ഫാമിലിയിൽ നിന്ന് 6 പേര് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ ബുക്ക് ചെയ്യാനിരിക്കാതെ 2 പേര് ഇരിക്കുക. ഓക്കെ, 2 പേര് ഇരിക്കുക. ആർക്കാണോ ഫസ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് കറക്റ്റ്. കാരണം ചില നെയിംസ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ നെയിം വരത്തില്ല, ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം വരുമ്പോൾ സെക്കൻഡ് നെയിം അടിക്കുന്ന സമയത്ത് ഇൻവാലിഡ് എന്നൊക്കെ നമുക്ക് കാണിച്ചായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സൈറ്റിൽ ചിലപ്പോൾ ട്രാഫിക് കൂടിയോണ്ടായിരിക്കാം, അറിയില്ല. അതൊക്കെ വന്നുകൊണ്ടാണ് മെയിനായിട്ട് ഈ ടൈം ലാഗ് വന്നത്. കാരണം ഇപ്പോൾ ഞാനും കൂടി ഇരുന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് വരുമ്പോൾ എൻ്റെ കൂടി ഇരുന്ന ആളുടെ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം 2 ആൾ ഒരുമിച്ച് ചെയ്യാനിരിക്കുമ്പോൾ എന്താ പറയുക, ടൈം നമ്മുടെ ഓരോ ടൈം ഉണ്ടല്ലോ, പറ്റില്ല, സ്ലോട്ട് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പം 2 പേര് ഇരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതിയിലോട്ടേക്ക് നമ്മളിപ്പം ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇപ്പം നമ്മൾ പോയതുപോലെ അവിടെ എത്തി ഇതേപോലെ വിഷ്ണു നിവാസം കോംപ്ലക്സിന് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഡേ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡേ നിങ്ങൾ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്യുക. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ ഡേ കൂട്ടി എടുക്കുക. നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഓക്കെ, കുഴപ്പമില്ലായിരുന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു എല്ലാം കൊണ്ട്. ഓക്കെ, പിന്നെ കാലാവസ്ഥയിലും കൂടി പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്നല്ല, ഒരു 2 ദിവസം എക്സ്ട്രാ എടുത്ത് പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെ പോവുക. അപ്പം ഇതാണ് എൻ്റെ തിരുപ്പതി കാലാവസ്ഥയിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ലൈക്ക് നൈസ് ആയിരുന്നു. പിന്നെ തിരുപ്പതി ലഡു മനോഹരമായിരുന്നു, നല്ല മധുരമുള്ള ലഡു ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. അപ്പം ഇതുപോലെയുള്ള കുറച്ച് നല്ല നല്ല ട്രാവൽ എക്സ്പീരിയൻസും പിന്നെ കൊച്ചു കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നത് വരെ ബൈ. ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ബൈ.